പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ ഭാരങ്ങൾ മാറിപ്പോ, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോ. എന്റെ ഭാരങ്ങൾ മാറിപ്പോ, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂൺ മാസം 24-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവർക്ക് വെളിപ്പെടുന്ന വിടുതലുകൾ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന വിടുതലുകളെ കുറിച്ചാണ്. ഈ ഒറ്റ വാക്യത്തിൽ നിന്ന് 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വാക്യത്തിനകത്ത് ഒത്തിരി ആഴങ്ങളുണ്ട്. ഈ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയാണ് ദാനിയേൽ എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും അറിയാം. ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ ഭക്തനായ ദാനിയേലിന് വേണ്ടി ദൈവം സിംഹക്കുഴിയിൽ ഇറങ്ങി ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ എനിക്ക് നിങ്ങൾക്കും അറിയാം. ഇത് ഞാനും നിങ്ങളും ഒത്തിരി കേൾക്കുകയും ഒത്തിരി അറിയാവുന്ന ഭാഗമാണ്. പക്ഷെ ഈ 20-ാമത്തെ വാക്യത്തിനകത്ത് 5 ആശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത്, ദാനിയേലിനെ രാജാവിന്റെ ആജ്ഞപ്രകാരം അല്ലെങ്കിൽ ഉത്തരവ് പ്രകാരം ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. എനിക്ക് നിങ്ങൾക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സിംഹങ്ങൾ ആ ഗുഹയിൽ എത്ര ഉണ്ടെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ സിംഹത്തിന്റെ ഗുഹയിൽ വീണ ഒരു മനുഷ്യൻ പിന്നെ ജീവനോടെ ഇരിക്കത്തില്ല. എന്നാൽ ആ ഭാഗം പ്രത്യേകമായി പഠിക്കുന്നവർക്കറിയാം, സിംഹക്കുഴിയുടെ വാതിലടച്ച് രാജാവ് മുദ്ര വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അകത്ത് വീണ ദാനിയേലിന് ഒരിക്കലും ഇനി സ്വതമേ ആ സിംഹക്കുഴിയുടെ അകത്തുനിന്ന് തിരിച്ചു മടങ്ങി വരാൻ കഴിയത്തില്ല. ഒന്നാമത്തെ ആശയം വെക്കുകയാണ്, തന്റെ ഭക്തനായ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കരകയറ്റാനായി ദൈവം തിരഞ്ഞെടുത്തത് രാജാവിനെയാണ്. രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി രാജാവിനെ അതിരാവിലെ സിംഹക്കുഴിയുടെ അടുക്കൽ എത്തിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെയും എൻ്റെ പ്രശ്നത്തിനകത്ത്, നിങ്ങളും ഞാനും വീണുപോയ ആ വിഷയത്തിനകത്ത് കരകയറ്റുവാനായിട്ട് ദൈവം ചിലവരെ നിയമിച്ചിട്ടുണ്ട്. ഇതെത്ര പേർ ഈ പ്രഭാതത്തിൽ സ്വീകരിക്കും? നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം ഒരാളെ അയക്കുവാൻ പോവുകയാണ്. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്, നമ്മുടെ ദൈവം ഏത് പ്രശ്നത്തിൽ നിന്നും, ഏത് പ്രതികൂലത്തിനകത്തുനിന്നും, ഏത് കുഴിക്കകത്തു നിന്നും നമ്മെ രക്ഷിക്കുന്നവനാണെന്നുള്ളത് വ്യക്തമായി തിരിച്ചറിയും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു വന്ന് എൻ്റെ നിലവിളി കേട്ട് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കരകയറ്റി എന്ന് വ്യക്തമായി സങ്കീർത്തനക്കാരൻ പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പ്രഭാതത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എത്ര വലിയ കുഴിയാണെങ്കിലും, എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ കർത്താവ് രക്ഷിക്കുന്നവനാണ്. മൂന്നാമത്തെ ആശയം ഈ ഭാഗത്തു നിന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ഈ പ്രശ്നത്തിനകത്ത്, ഈ പ്രതികൂലം കഴിയുമ്പോൾ ദാനിയേലിന്റെ പേര് മാറുകയാണ്. ഇതാ ദാനിയേലിനെ രാജാവ് വിളിക്കുന്ന പേര് നിങ്ങൾ നോക്കേ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ
ദാനിയേലേ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏതായാലും, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ എത്ര വലുതാണെങ്കിലും, ദൈവത്തിനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ദൈവനാമ മുഖാന്തരമായിട്ടാണ് ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിൽ ആ പ്രശ്നത്തിനകത്ത് ദൈവം നിങ്ങളുടെ പേരിനെ മാറ്റിയിരിക്കും, നിങ്ങളുടെ പേരിനെ ദൈവം ഉയർത്തിയിരിക്കും. ദാനിയേലിനെ പ്രാർത്ഥിക്കുന്ന, ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തനായ ദാനിയേലിനെ അന്നേരം മുതൽ ദേശം വിളിക്കുന്നത്, രാജാവ് വിളിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ. ഹല്ലേലൂയ. മൂന്നാമത്തെ ചിന്ത, നിങ്ങളുടെയും എൻ്റെയും പേര് മാറ്റും, ദാനിയേലിന്റെ പേര് മാറ്റിയതുപോലെ. നാലാമത്തെ ചിന്ത, ഈ സിംഹക്കുഴിയോടുകൂടെ ദാനിയേലിന്റെ എതിര് തീർന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദാനിയേലിൽ ഒരു പുത്തൻ സീസൺ ആരംഭിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നത്തിനകത്ത്, ആ പ്രതികൂലത്തിനകത്ത്, ഹല്ലേലൂയ, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല എന്നുള്ളത് 121 സങ്കീർത്തനക്കാരൻ പറയുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നവനല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നീ വീണു പോകുമെന്ന് ചിന്തിക്കുന്ന, നീ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന എല്ലാ മേഖലയിലും എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ സീസൺ വയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കരം ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. എങ്കിൽ അഞ്ചാമത്തെ ചിന്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇതാ ദാനിയേലിന്റെ നിന്ദ എന്നേക്കുമായി മാറിപ്പോവുകയാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന, ഇടവിടാതെ സേവിക്കുന്ന, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്ന് ദേശം അറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്ദിച്ച, കുറ്റം പറഞ്ഞവർക്ക് മുമ്പാകെ ദാനിയേലിന്റെ ദൈവം മേശയൊരുക്കുകയാണ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ ദൈവം മേശയൊരുക്കുകയാണ്. ദാനിയേലിന് ഈ 3 പദങ്ങൾ വ്യക്തമായിട്ട് അറിയാം. റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ലജ്ജിച്ചു പോകത്തില്ല. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, അവനെ കാത്തിരുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ 3 പദങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല, കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല, അവങ്കിലേക്ക് നോക്കിയവൻ ലജ്ജിച്ചു പോകത്തില്ല. എങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ നിന്ദ, എൻ്റെ ലജ്ജ മാറിപ്പോകുകയാണ്. എൻ്റെ കർത്താവ് എന്നെ ഉറപ്പിക്കാൻ പോകുന്നു. ഈ വാക്യത്തിനകത്ത് ശ്രദ്ധിക്കുന്നവർ ഇന്നു മുതൽ തീരുമാനമെടുത്താട്ടെ, ഞാൻ ഇടവിടാതെ ദൈവത്തെ സേവിക്കും, ഇന്നു മുതൽ ഇടവിടാതെ പ്രാർത്ഥിക്കും. നിരന്തരം പ്രാർത്ഥിക്കുന്ന, നിരന്തരം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകും. എങ്കിൽ കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി നന്ദി. കർത്താവിൻ്റെ കരവിയവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ, അടയാളം സംഭവിക്കട്ടെ. വലിയൊരു ദൈവപ്രവർത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർ വേഗത്തിൽ ഈ നമ്പറിലേക്ക് വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണം. അതേപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണമേ. ആമേൻ.